ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ സാധാരണ നേരത്തെ എഴുന്നേക്കലുണ്ട്. ഇന്നിങ്ങനെ അലാറം ഒന്നും സെറ്റ് ചെയ്യാതെ ഇഷ്ടം പോലെ കിടന്നുറങ്ങി എഴുന്നേറ്റ്. അപ്പോൾ നോക്കൂ, സമയം 7:30 7:45 ആയതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഡിസംബർ മാസം ആയതുകൊണ്ടേ ഇവിടെ നല്ല തണുപ്പാണ്. അതായത് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമുക്ക് വെള്ളമൊക്കെ തൊടുമ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ വേദന എടുക്കും. അപ്പോൾ രാവിലെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് പ്രകൃതിയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ പൂക്കളൊക്കെ നല്ല വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, പാഷൻ ഫ്രൂട്ടൊക്കെ ആയിട്ടുണ്ട്. ഒത്തിരി പാഷൻ ഫ്രൂട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ നിറച്ചും പാഷൻ ഫ്രൂട്ട് ഇരിപ്പുണ്ട്. നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലേ. എനിക്കിന്നിങ്ങനെ ഇവിടെ ഇരുന്ന് ചായ കാപ്പിയെല്ലാം മുറ്റത്തിരുന്ന് കുടിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എന്ത് രസമാണ് ഇവിടെ കാണാനും. എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്. നല്ല പുഴകളും നല്ല മരങ്ങളും അങ്ങനെയൊക്കെയാണ്. ഇപ്പം രാവിലെ തന്നെ നല്ല കിളികളുടെ സൗണ്ട് ഉണ്ട്. എന്താ പറയുക, പഴയ കാലങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. ഇത്ര പെട്ടെന്ന് വലുതാവണ്ടെന്ന് തോന്നി. ഒരിക്കൽ കൂടി അങ്ങോട്ടേക്ക് തിരിച്ചു നടക്കാൻ തോന്നുന്നു. ഇങ്ങനെയൊക്കെ. ഇതിന് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന മുല്ലപ്പൂ എന്നാണ്. ആക്ച്വലി ഇത് മുല്ലപ്പൂ അല്ല, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മുടെ തറവാട്ടിൽ ഈ പൂ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിനി പറഞ്ഞുകൊണ്ടിരുന്ന മുല്ലപ്പൂ എന്നാണ്. ഇതിൻ്റെ പേര് മുല്ല എന്നല്ല. ഈ പൂവിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ നിറച്ചും ചെടികളൊക്കെ ആയിട്ടുണ്ട്. എല്ലാം നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ഇതായിട്ട് നിൽപ്പുണ്ട്. വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ പ്രകൃതിയെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അപ്പം ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് കൊച്ചാണേലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇവിടെ പല്ല് തേച്ചുകൊണ്ട് തന്നെ മുറ്റത്തോടെ നടക്കുക. നമ്മൾ തേച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അവൻ ഒറ്റ ഓട്ടം. അമ്മ പല്ല് ഏൽപ്പിക്കട്ടെ, ഇഷുവിനും അമ്മ പല്ല് ഏൽപ്പിക്കട്ടെ. അമ്മ പല്ലേപ്പിക്കാം, ഇച്ചിനും അമ്മ പല്ലേപ്പിക്കാം. ഇഷുവേ ഇങ്ങോട്ട് നോക്കി, അമ്മേനെ നോക്കി കണ്ണ. ഇതുണ്ടോ, ഈ പുഴ ഒരിക്കലും വറ്റാറൊന്നുമില്ല. മഴക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങോട്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ പുഴ. നമുക്ക് വീട്ടിലിരുന്ന് ഇത് കാണാം. മഴക്കാലം ആകുമ്പോഴത്തേക്കും ഒരുമാതിരി കടൽ പോലെ നമുക്കിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റില്ല. ഇങ്ങനെ തല കറങ്ങും. ഈ സൈഡ് കാണുന്ന കല്ലിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറും. അപ്പം ഭയങ്കര വിശാലമായിട്ട് പുഴ ഒഴുകും. വേനൽക്കാലം ആകുമ്പോൾ ഇതിവിടെ വറ്റാറൊന്നുമില്ല. അങ്ങ് അവിടെ ഒരു പാലം കാണുന്നില്ലേ, ആ പാലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യും, വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മാർച്ച് ഏപ്രിൽ ആ സമയം ആകുമ്പോഴത്തേക്കും ഡാം പോലെ ചെറുതായിട്ട് അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തടിയൊക്കെ വെച്ചിട്ട് മറിക്കും. അപ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവരും വരലുണ്ട് അങ്ങോട്ടേക്ക് കുളിക്കാനൊക്കെ. ഇത് കണ്ടോ, ഇലിമ്പിപ്പുളിമരമാണേ. പൂക്കളൊക്കെ കായ്ച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഇലിമ്പിക്ക് ആവാൻ തുടങ്ങിയില്ല, ചെറുതായിട്ട് അവിടെ ഇവിടെ ആവാനായി. ഇത് പിഞ്ച് കഴിയുമ്പോഴേ അച്ചാറിടണം, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ടാറ്റ പറ, ടാറ്റ കൊടുക്ക്, ടാറ്റ. ഒരു ഉമ്മ കൊടുത്തേ, ഉമ്മ പറ, ഉമ്മാന്ന് പറ. മിടുക്കനാണോ ഐശു, മിടുക്കനാണോ? പൂവുണ്ടോ ഇവിടെ? പിന്നെ എന്നാ ഇവിടെ ഉള്ളേ? മാങ്ങയുണ്ടോ? വെള്ളമുണ്ട്. വേറെയോ? വേറെ എന്നാ ഉള്ളേ? മാങ്ങയുണ്ടോ? ബൈ ബൈ, ബൈ ബൈ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്യണേ.